ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് LPG ആണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് LPG എന്നുള്ളത്. LPG സ്റ്റാൻഡ്സ് ഫോർ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇത് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് 1991 ആസ് പാർട്ട് ഓഫ് എക്കണോമിക് റിഫോംസിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. എയിംഡ് ടു ഓപ്പൺ ദ ഇന്ത്യൻ ഇക്കോണമി ടു ഗ്ലോബൽ മാർക്കറ്റ്സ് ആൻഡ് റെഡ്യൂസ് ഗവൺമെൻറ് കൺട്രോൾ. അതായത് ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിലുള്ള ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ മേലൊക്കെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഉണ്ട്, അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. LPG സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്റ്റഡ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ സ്ട്രക്ചറിൽ ഇത് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും മീനിങ് നോക്കാം. ലിബറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ ഓൺ ട്രേഡ് ആൻഡ് ബിസിനസ്. അതായത് ഗവൺമെൻറ്റിന് എന്താണ് ഓരോ ട്രേഡിൻ്റെയും ബിസിനസ്സിൻ്റെയും മേൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഫ്രം പബ്ലിക് സെക്ടർ ടു പ്രൈവറ്റ് സെക്ടർ. അതായത് ഇപ്പോൾ പബ്ലിക് സെക്ടറിന്മേലുള്ള ഓണർഷിപ്പ് പ്രൈവറ്റ് സെക്ടറാക്കുക, അതായത് ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ മേലുള്ള ഓണർഷിപ്പ് മാറ്റിയിട്ട് അത് പ്രൈവറ്റ് സെക്ടറാക്കാൻ ഉള്ള ആ ഒരു ട്രാൻസ്ഫറിനാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റിഗ്രേഷൻ ഓഫ് നാഷണൽ ഇക്കോണമി വിത്ത് ഗ്ലോബൽ ഇക്കണോമി. അതായത് രണ്ടിൻ്റെയും ഇൻറ്റിഗ്രേഷൻ, കൂടിച്ചേരൽ, നാഷണൽ ഇക്കണോമിയുടെയും ഗ്ലോബൽ ഇക്കണോമിയുടെയും ഇൻറ്റിഗ്രേഷനാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ലിബറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു റിമൂവൽ ഓഫ് ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ ഓൺ ട്രേഡ് ആണ്. പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഫ്രം പബ്ലിക് സെക്ടർ ടു പ്രൈവറ്റ് സെക്ടർ ആണ്. ഗ്ലോബലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റിഗ്രേഷൻ ഓഫ് നാഷണൽ ഇക്കണോമി വിത്ത് ദ ഗ്ലോബൽ ഇക്കണോമി. ഇനി ഇതിൻ്റെ കോൺസെപ്റ്റ് നോക്കാം. കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നോക്കാം. റെഫേഴ്സ് ടു ദ ഹൈറാർക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ഹൈറാർക്കിയൽ അറേഞ്ച്മെൻറ്റിനെ റെഫർ ചെയ്തിട്ടാണ് ഉള്ളത്. പിന്നെ ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് ലൈക്ക് ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ, റേസ് ആൻഡ് ഒക്യുപ്പേഷൻ. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്ടറാണ്. അതായത് ക്ലാസ്സിനെയും കാസ്റ്റിനെയും ജെൻഡറിനെയും റേസിനെയും ഒക്യുപ്പേഷനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു LPG വന്നിട്ടുള്ളത്. പിന്നെ സ്ട്രാറ്റിഫിക്കേഷൻ ഡിറ്റർമൈൻസ് ആക്സസ് ടു റിസോഴ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രിവിലേജസ്. In India, traditional caste-based stratification is now interesting with economic class division. അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് പറയാം. അതായത് ഇപ്പം എന്താണ്, അതായത് സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം വർദ്ധിച്ചു. പിന്നെ ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് ലൈക്ക് ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ, റേസ് ആൻഡ് ഒക്യുപ്പേഷൻ ഇതൊക്കെ എന്താണ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ട്രാറ്റിഫിക്കേഷൻ ഡിറ്റർമൈൻസ് ആക്സസ് ടു റിസോഴ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രിവിലേജ്. ഈ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റിസോഴ്സസും ഓപ്പർച്യൂണിറ്റീസും പ്രിവിലേജസും ഒക്കെ വന്നു. ഇൻ ഇന്ത്യ, ട്രഡീഷണൽ കാസ്റ്റ് ബേസ്ഡ് സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് നൗ ഇൻട്രസ്റ്റിംഗ് വിത്ത് ഇക്കണോമിക് ക്ലാസ് ഡിവിഷനും. അതായത് ഇപ്പം ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ LPG കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക പാളീകരണം, അതായത് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജാതി, സമ്പത്ത്, വിദ്യാഭ്യാസം, തൊഴിലവസരം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇതിലൂടെ എന്താണ് ഈ LPG വന്നതിലൂടെ ചിലർ സമ്പന്നരായി, ചിലർ എന്താണ് അവരുടെ സമ്പത്തൊക്കെ കുറഞ്ഞ് പിന്നോക്കമായി. പക്ഷെ സമൂഹം കൂടുതൽ സജീവവും മാറ്റമുള്ളതുമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു LPG വന്നതോടുകൂടി. ഇനി ഇമ്പാക്റ്റ് ഓഫ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്തു. റൈസ് ഓഫ് മിഡിൽ ക്ലാസ് ഡ്യൂ ടു ന്യൂ സർവീസ് ആൻഡ് IT ഇൻഡസ്ട്രീസ്. അതായത് ഈ മിഡിൽ ക്ലാസ്സിൽ എന്താണ് ന്യൂ സർവീസസും IT ഇൻഡസ്ട്രീസും ഒക്കെ റൈസ് ചെയ്തു. ഡിക്ലൈൻ ഇൻ ഗവൺമെൻറ് ജോബ് സെക്യൂരിറ്റി ആൻഡ് ട്രഡീഷണൽ എംപ്ലോയ്മെൻറ്റ് പാറ്റേൺസ്. അതായത് ഗവൺമെൻറ് ജോബ് സെക്യൂരിറ്റിയും ട്രഡീഷണൽ എംപ്ലോയ്മെൻറ്റ് പാറ്റേൺസും ഒക്കെ ഡിക്ലൈനായി. പിന്നെ ക്രിയേറ്റ് ന്യൂ ഇക്കണോമിക് ഇൻഇക്വാലിറ്റീസ് ബിറ്റ്വീൻ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ്. ഈ സ്കിൽഡ് വർക്കേഴ്സിൻ്റെയും അൺസ്കിൽഡ് വർക്കേഴ്സിൻ്റെയും ഇടയിൽ ഒരു ന്യൂ ഇക്കണോമിക് ഇൻഇക്വാലിറ്റി ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇമ്പാക്റ്റ് ഓഫ് പ്രൈവറ്റൈസേഷന്
ഷിഫ്റ്റ് ഓഫ് കൺട്രോൾ ഫ്രം സ്റ്റേറ്റ് ഓൺഡ് എൻ്റർപ്രൈസസ് ടു പ്രൈവറ്റ് ഹാൻഡ്സ്. പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഫ്രം പബ്ലിക് സെക്ടർ ടു പ്രൈവറ്റ് സെക്ടറിന്. അപ്പം ഇവിടെ അതിൻ്റെ ഇമ്പാക്റ്റ് പറയുന്നത് എന്താണ്, ഷിഫ്റ്റ് ഓഫ് കൺട്രോൾ ഫ്രം സ്റ്റേറ്റ് ഓൺഡ് എൻ്റർപ്രൈസസ് ടു പ്രൈവറ്റ് ഹാൻഡ്സ്. സ്റ്റേറ്റ് ഓൺഡ് എൻ്റർപ്രൈസസിൽ നിന്നും പ്രൈവറ്റ് ഹാൻഡ്സിലേക്ക് ഒരു ഷിഫ്റ്റ് വന്നു. പിന്നെ ഇംപ്രൂവ്ഡ് എഫിഷ്യൻറ്റ് ബട്ട് വൈഡൻഡ് ഇൻകം ഗ്യാപ്പ് ബിറ്റ്വീൻ ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ഓണേഴ്സിൻ്റെയും വർക്കേഴ്സിൻ്റെയും ഇടയിൽ എന്താണ്, വലിയൊരു ഇൻകം ഗ്യാപ്പ് ഇംപ്രൂവ് ആയി എന്നാണ് പറയുന്നത്. പിന്നെ റിഡ്യൂസ്ഡ് റിസർവേഷൻ ബെനിഫിറ്റ്സ് ഇൻ പ്രൈവറ്റ് സെക്ടേഴ്സ് അഫക്റ്റിംഗ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സും അതായത് ഈ ഒരു റെഡ്യൂസ്ഡ് റിസർവേഷൻ ബെനിഫിറ്റ്സ് ഇൻ പ്രൈവറ്റ് സെക്ടർ, ഈ ഒരു പ്രൈവറ്റ് സെക്ടറിലുള്ള ഈ റിസർവേഷനിൻ്റെ റെഡ്യൂസ് കാരണം മാർജിനലൈസ്ഡ് ഗ്രൂപ്പിന് അത് ബെനിഫിറ്റായി. ലെഡ് ടു ഒക്യുപ്പേഷണൽ മൊബിലിറ്റി ഫോർ ദ എഡ്യൂക്കേറ്റഡ് ക്ലാസ്. അടുത്തത് ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ആണ്. കൾച്ചറൽ എക്സ്ചേഞ്ച് ആൻഡ് എക്സ്പോഷർ ടു ഗ്ലോബൽ ലൈഫ് സ്റ്റൈൽസ്. അതായത് എന്താണ്, കൾച്ചറൽ എക്സ്ചേഞ്ച് ആൻഡ് എക്സ്പോഷർ ടു ഗ്ലോബൽ ലൈഫ് സ്റ്റൈൽ. കൾച്ചറലായിരുന്ന അവർ എന്താണ്, ഗ്ലോബൽ ലൈഫ് സ്റ്റൈലിലേക്ക് എക്സ്ചേഞ്ച് ആയി. പിന്നെ എക്സ്പാൻഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് ഗ്ലോബൽ ജോബ് മാർക്കറ്റ്സ്. ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസും അതുപോലെ തന്നെ ജോബ് മാർക്കറ്റും ഒക്കെ എക്സ്പാൻഡ് ചെയ്തു. ഇൻക്രീസ്ഡ് കൺസ്യൂമറിസം ആൻഡ് അർബനൈസേഷൻ. കൺസ്യൂമറിസം അർബനൈസേഷനും ഒക്കെ ഇൻക്രീസ് ആയി. ഡീപ്പൻ ഇൻഇക്വാലിറ്റീസ് ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ പോപ്പുലേഷൻ. ഇൻഇക്വാലിറ്റീസും ഒക്കെ ഡീപ്പൻ ആയിട്ട് ഉണ്ടായി അർബനും റൂറലും പോപ്പുലേഷൻ തമ്മിൽ. പിന്നെ LPG ആൻഡ് ക്ലാസ് സ്ട്രാറ്റിഫിക്കേഷനിൽ പറയുന്നത് എമർജൻസ് ഓഫ് ന്യൂ അർബൻ എലൈറ്റ് ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ്. അതായത് ഒരു എമർജൻസി ഉണ്ടായി ന്യൂ അർബൻ എലൈറ്റും അപ്പർ മിഡിൽ ക്ലാസ്സും തമ്മിൽ. ഇക്കണോമിക് സ്റ്റാറ്റസ് നൗ ഓഫൺ ഔട്ട്വെയ്റ്റ്സ് ട്രഡീഷണൽ കാസ്റ്റ് ഐഡൻറ്റിറ്റി. ഇക്കണോമിക് സ്റ്റാറ്റസ് എന്താണ്, ഔട്ട്വേ ആയി ട്രഡീഷണൽ കാസ്റ്റ് ഐഡൻറ്റിറ്റിയിൽ. പിന്നെ ക്ലാസ് മൊബിലിറ്റി പോസിബിൾ ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ഗ്ലോബൽ എംപ്ലോയ്മെൻറ്റ്. ക്ലാസ് മൊബിലിറ്റി എന്താണ്, എഡ്യൂക്കേഷണൽ ആൻഡ് ഗ്ലോബൽ എംപ്ലോയ്മെൻറ്റിൽ പോസിബിളായി. പിന്നെ ഹൗവർ വെൽത്ത് കോൺസെൻട്രേഷൻ ഇൻക്രീസ്ഡ് എമംഗ് ദ റിച്ച്. പിന്നെ LPG ആൻഡ് കാസ്റ്റ് സ്ട്രാറ്റിഫിക്കേഷനിൽ വരുന്നത് കാസ്റ്റ് ബൗണ്ടറീസ് ബ്ലേർഡ് ഇൻ അർബൻ പ്രൊഫഷൻസ് ബട്ട് പെർസിസ്റ്റ് ഇൻ റൂറൽ ഏരിയാസ്. അതായത് കാസ്റ്റ് ബൗണ്ടറീസൊക്കെ ബ്ലർഡായി അർബൻ പ്രൊഫഷൻസിൻ്റെയും അതുപോലെ തന്നെ പെർസിസ്റ്റ് ഇൻ റൂറൽ ഏരിയാസിലൊക്കെ. പിന്നെ ഇക്കണോമിക് റീഫോംസ് ബെനിഫിറ്റഡ് ഡൊമിനൻ്റ് കാസ്റ്റസ് വിത്ത് ആക്സസ് ടു എഡ്യൂക്കേഷണൽ ആൻഡ് ക്യാപിറ്റൽ. ഇക്കണോമിക് റീഫോംസൊക്കെ ഡൊമിനൻ്റ് ആയിട്ട് അവരുടെ ഇടയിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടായി. എഡ്യൂക്കേഷണൽ ആൻഡ് ക്യാപിറ്റൽ ആ ഒരു ഇതിൽ കാസ്റ്റും അതുപോലെ തന്നെ അതായത് ഇക്കണോമിക് റീഫോംസിന് അവിടെ ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് വന്നത്. ഇക്കണോമിക് റീഫോം ബെനിഫിറ്റഡ് ഡൊമിനൻ്റ് കാസ്റ്റസ് വിത്ത് ആക്സസ് ടു എഡ്യൂക്കേഷണൽ ആൻഡ് ക്യാപിറ്റൽ. പിന്നെ മാർജിനലൈസ്ഡ് കാസ്റ്റ് ഓഫൺ എക്സ്ക്ലൂഡഡ് ഫ്രം ഹൈ സ്കിൽ സെക്ടേഴ്സ്. ഹൈ സ്കിൽ സെക്ടേഴ്സിൽ നിന്നും മാർജിനലൈസ്ഡ് കാസ്റ്റിനെ എക്സ്ക്ലൂഡഡ് ചെയ്തു. പിന്നെ റിസർവേഷൻ പോളിസീസ് ഹാവ് ലിമിറ്റഡ് റീച്ച് ഇൻ പ്രൈവറ്റൈസ്ഡ് ഇൻഡസ്ട്രീസ്. പ്രൈവറ്റായിട്ടുള്ള ഇൻഡസ്ട്രിയിലൊക്കെ റിസർവേഷൻ പോളിസീസൊക്കെ ലിമിറ്റഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ LPG ആൻഡ് ജെൻഡർ സ്ട്രാറ്റിഫിക്കേഷന് വിമൻ ഗെയിൻഡ് ന്യൂ റോൾസ് ഇൻ ദ വർക്ക് ഫോഴ്സ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. അതായത് വുമൻസിനൊക്കെ ഒരുപാട് ഗെയിൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് എന്താണ്, ഒരുപാട് വർക്ക് ഫോഴ്സിലും എൻ്റർപ്രണർഷിപ്പിലൊക്കെ അവർക്ക് എന്താണ് അവസരങ്ങൾ കിട്ടി. ഇൻക്രീസ്ഡ് ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ IT എഡ്യൂക്കേഷൻ ആൻഡ് സർവീസ് സെക്ടർ. അതായത് ഫീമെയിൽ പാർട്ടിസിപ്പേഷനൊക്കെ ഇൻക്രീസ് ആയി. ഏതൊക്കെ മേഖലകളിൽ, IT എഡ്യൂക്കേഷൻ ആൻഡ് സർവീസ് സെക്ടറിൽ ഈ മേഖലകളിലൊക്കെ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ആയി. യെറ്റ് ജെൻഡർ വേജ് ഗ്യാപ്സ് ആൻഡ് ജോബ് ഇൻസെക്യൂരിറ്റി പേഴ്സിസ്റ്റ്. പിന്നെ ഗ്ലോബൽ മീഡിയ റീഷേപ്ഡ് ജെൻഡർ റോൾസ് ആൻഡ് അവയർനെസ്. പിന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സ് ഓഫ് LPG. ഇതിൻ്റെ പോസിറ്റീവ് വശം എന്ന് പറയുമ്പോൾ എക്കണോമിക് ഗ്രോത്ത്, ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഗ്ലോബൽ എക്സ്പോഷർ, മോഡേണൈസേഷൻ. ഇതിൻ്റെ നെഗറ്റീവ് പറയുമ്പോൾ വൈഡൻ ഇനിക്വാലിറ്റി, കൾച്ചറൽ റോഷൻ, ജോബ് ഇൻസെക്യൂരിറ്റി, റൂറൽ മാർജിനലൈസേഷൻ ഒക്കെയാണ് നെഗറ്റീവായിട്ട് പറയാനുള്ളത്. മൊത്തത്തിൽ പറയുകയെങ്കിൽ LPG റീഡിഫൈൻ ദ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി വിത്ത് മിക്സഡ് ഔട്ട്കംസ്. ഇനി നമുക്ക് MCQയിലേക്ക് പോവാം. The term LPG in economic reforms stand for dash. Labor, productivity, growth. B. Liberalization, Privatization, Globalization. C. Local policy goals. Answer B ആണ്.
liberalization, privatization and globalization. In India, the LPG reforms were introduced in the year dash. ഇന്ത്യയിൽ LPG reform ആയിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് 1991 ആണ്. ആൻസർ ബി ആണ്. പിന്നെ which institution supported India's LPG reforms through financial assistance in 1991? UNESCO, IMF and World Bank, WTO. Answer B ആണ്. IMF and World Bank ആണ്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യന് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ലിബറലൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഇൻക്രീസ് ഗവൺമെൻറ് കൺട്രോൾ ഓവർ ഇൻഡസ്ട്രീസ്, ടു പ്രൊമോട്ട് പബ്ലിക് സെക്ടർ ഡോമിനൻസ്, ടു റിമൂവ് റെസ്ട്രിക്ഷൻ ആൻഡ് എൻകറേജ് കോമ്പറ്റീഷൻ. ആൻസർ സി ആണ്. ടു റിമൂവ് റെസ്ട്രിക്ഷൻ ആൻഡ് എൻകറേജ് കോമ്പറ്റീഷൻ ആണ്. അഞ്ചാമത്തത് എന്ന് പറയുമ്പോൾ വിച്ച് എമംഗ് ദ ഫോളോവിങ് വാസ് നോട്ട് എ ഫീച്ചർ ഓഫ് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ബി ആണ്. ഇൻക്രീസിങ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ PSUs. ഗ്ലോബലൈസേഷൻ മെയിൻലി എയിംസ് ടു ഡാഷ്. ആൻസർ ബി ആണ്. ഇൻറ്റിഗ്രേറ്റ് നാഷണൽ ഇക്കണോമീസ് വിത്ത് ദ വേൾഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് വൺ ഓഫ് ദ മേജർ കോൺസിക്വൻസസ് ഓഫ് LPG reforms in India has been dash. ആൻസർ ബി ആണ്. ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. പിന്നെ 8 വിച്ച് സ്ട്രക്ചർ എക്സ്പീരിയൻസ്ഡ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് ആഫ്റ്റർ ഇന്ത്യാസ് LPG reforms. ആൻസർ സി ആണ്. സർവീസ് സെക്ടറാണ്. 9th ക്വസ്റ്റ്യന് എ മേജർ ക്രിറ്റിസിസം of LPG reforms is that they dash. Answer C ആണ്. Favored urban elite and widened economic disparity. 10th എന്ന് പറയുമ്പോൾ which of the following statements best reflects in the impact of globalization on Indian economy? Answer B ആണ്. So thank you.